ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 5 മത്സരങ്ങളുടെ T20 പരമ്പരയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ 2 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ കൊൽക്കത്തയിൽ ഒരു ആധികാരികമായിട്ടുള്ള വിജയമാണ് ഇന്ത്യ നേടിയതെങ്കിൽ രണ്ടാമത്തെ മത്സരത്തിൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ആയിരുന്നു. അവസാന ഓവറിലെ 2-ാം പന്തിൽ ഒരു ബൗണ്ടറി നേടിക്കൊണ്ട് തിലക് വർമ്മന്റെ ഒരു ഒറ്റയാൾ പോരാട്ടത്തിലൂടെയാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. ഏതായാലും മത്സരത്തിന്റെ ഒരു തുടക്കത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ടോസ് ജയിച്ച ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവ് ആദ്യം ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. കുറച്ച് സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള വിക്കറ്റ് ആയിരിക്കും ചെന്നൈയിലെ എന്ന് എപ്പോഴും നമ്മൾ പറയുന്നതാണ്. ഈ ഒരു മത്സരത്തിലും അങ്ങനെ തന്നെയായിരുന്നു. കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടുള്ള വിക്കറ്റ് ആയിരുന്നു. ഇങ്ങനെയുള്ള സ്റ്റിക്കി ആയിട്ടുള്ള വിക്കറ്റിൽ ബാറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പവർ പ്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പവർ പ്ലേയിൽ മാക്സിമം റൺസ് അടിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇരു ടീമുകളും എപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ജോസ് ബട്ട്ലറോട് ചോദിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് അവർ ടോസ് ജയിച്ചിരുന്നെങ്കിൽ അവരും ആദ്യം തന്നെ ബൗൾ ചെയ്യുകയേ ഉള്ളായിരുന്നു എന്നുള്ളതാണ്. ഡ്യൂവിന്റെ എഫക്റ്റ് അത്രത്തോളം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. കാരണം സൂര്യകുമാർ യാദവ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഡ്യൂവിന്റെ എഫക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പിച്ച് റിപ്പോർട്ടിന്റെ സമയത്ത് ദീപ്ദാസ് ഗുപ്ത പറഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രി ഒട്ടും തന്നെ ഡ്യൂ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ആദ്യം ബൗൾ ചെയ്യാനുള്ള ഒരു തീരുമാനമായിരുന്നു ഇന്ത്യയുടെ. ആദ്യ ഓവറിലെ ആദ്യ ബോളിൽ തന്നെ അർഷദീപിനെ മനോഹരമായ ഒരു ബൗണ്ടറി നേടാനായിട്ട് ഫിൽ സോൾട്ടിന് സാധിക്കുകയും ചെയ്തു. പക്ഷേ ആ ഓവറിൽ തന്നെ വീണ്ടും ഒരു മനോഹരമായ ബോളിലൂടെ ഫിൽ സോൾട്ടിനെ ഒരു ട്രാപ്പിൽ കൊടുക്കാനായിട്ട് അർഷദീപ് സിംഗിന് സാധിച്ചിരുന്നു. വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ട്രാപ്പ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ആയിരുന്നു. ഇത് സെറ്റ് ചെയ്തെടുത്ത വിക്കറ്റ് പോലെയാണ് തോന്നിയത്. അത് ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് ഒരു ഷോർട്ട് ബോൾ ആയിരുന്നു. അത് അവിടെ നിന്ന് പുൾ ഷോട്ട് കളിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഫിൽ സോൾട്ട് ഔട്ടായത്. അദ്ദേഹത്തിന് സെറ്റ് ചെയ്തിരുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഫൈൻ ലെഗ് ബാക്കിലായിരുന്നു, സ്ക്വയർ ലെഗും അതുപോലെ തന്നെ ബാക്കിലായിരുന്നു. അപ്പോൾ അത് ആ ഒരു പർട്ടിക്കുലർ ഫീൽഡ് വെച്ചിട്ട് അത് ജസ്റ്റ് ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് ഒരു ഷോർട്ട് ബോൾ എറിയുമ്പോൾ അവിടെ നിന്ന് പുള്ളടിക്കാൻ ശ്രമിക്കുമ്പോൾ കണക്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഒപ്പം തന്നെ ഇത് ക്ലിയർ ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് സൈഡ് കുറച്ച് ദൂരം കൂടുതലാണ്. ഏകദേശം 66 മീറ്ററും 68 മീറ്ററും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. നേരെ വാഷിംഗ്ടൺ സുന്ദറിന്റെ കൈകളിൽ അത് പതിക്കുകയും ചെയ്തു. ആ വിക്കറ്റ് എടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിൽ ഈ വീഡിയോ അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ആളുണ്ട് ടീമിൻ്റെ കൂടെ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് ഫിൽ സോൾട്ടിനെ പോലെയുള്ള താരങ്ങൾ, എല്ലാ താരങ്ങളുടെയും ഒരു ഡാറ്റ അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഫിൽ സോൾട്ടിൻ്റെ അതിൻ്റെ ഇടയിൽ അദ്ദേഹം ഔട്ടായ ഉടനെ അദ്ദേഹത്തിൻ്റെ ഡാറ്റ കാണിച്ചിരുന്നു. അദ്ദേഹം 50% പ്രാവശ്യവും, അതായത് 100 മത്സരങ്ങൾ കളിച്ചാൽ 50 മത്സരങ്ങളിൽ ഔട്ടാവുന്നത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലാണ്. സ്ക്വയർ ലെഗ് ബൗണ്ടറി, ഡീപ്പ് മിഡ് വിക്കറ്റ് ബൗണ്ടറി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അദ്ദേഹം ഔട്ടാവുന്നത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് വീഡിയോ അനലിസ്റ്റിനുള്ള ക്രെഡിറ്റ് ആണെന്ന് തോന്നുന്നു. അവിടെ കറക്റ്റായിട്ട് ഒരു ഫീൽഡ് സെറ്റ് ചെയ്ത് ട്രാപ്പ് ചെയ്ത് ഔട്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാഴ്ച കണ്ടു. 1 ഡൗൺ വന്ന ജോസ് ബട്ട്ലർ കഴിഞ്ഞ മത്സരത്തിൽ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹം വീണ്ടും അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഇടയിൽ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. 45 റൺസാണ് അദ്ദേഹം നേടിയത്. അതിനിടയിൽ അവരുടെ വിക്കറ്റുകൾ ഇടയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പവർ പ്ലേ അവസാനിക്കുമ്പോൾ മികച്ച ഒരു സ്കോറിലായിരുന്നു ഇംഗ്ലണ്ട്. 6 ഓവറിൽ 58 റൺസിന് 2 വിക്കറ്റ് എന്നുള്ള നിലയിലായിരുന്നു ഇംഗ്ലണ്ട്. പ്രധാനമായിട്ട് ഈ പവർ പ്ലേയുടെ സമയത്ത് ഇപ്പോൾ ഫിൽ സോൾട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജോസ് ബട്ട്ലർ ആയിക്കോട്ടെ, ഹാരി ബ്രൂക്ക് ആയിട്ടോ എല്ലാവരും അടിച്ച് കളിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പവർ പ്ലേയിൽ മാക്സിമം റണ്ണ് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് 2 കാരണങ്ങളാണുള്ളത്. ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ പ്ലേ എന്ന് പറഞ്ഞാൽ 6 ഓവറാണ്. ഈ 6 ഓവറിൽ 2 ഫീൽഡർമാർ മാത്രമേ ഈ 30 യാർഡ് സർക്കിളിനെ പുറത്ത് പാടുള്ളൂ എന്നുള്ളൊരു നിയമമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ന്യൂ ബോൾ ആയതുകൊണ്ട് തന്നെ അടിച്ചാൽ ബോൾ നന്നായിട്ട് ട്രാവൽ ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് മാക്സിമം റൺസ് നേടുക എന്നുള്ളൊരു തന്ത്രമാണ് അവർ പയറ്റുന്നത്. അത് കഴിഞ്ഞാൽ ഈ 6 ഓവർ കഴിഞ്ഞാൽ 7ാമത്തെ ഓവർ തൊട്ട് 15ാമത്തെ ഓവർ വരെ സ്പിന്നർമാർ ബോൾ ചെയ്യുന്ന സമയത്ത് റണ്ണ് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഇങ്ങനെയുള്ള പിച്ചുകളിൽ. അതുകൊണ്ടാണ് പവർ പ്ലേയിൽ മാക്സിമം അറ്റാക്ക് ചെയ്ത് കളിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 58 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു പവർ പ്ലേ അവസാനിക്കുമ്പോൾ. പക്ഷേ അവിടെ നിന്ന് പിന്നെ റൺസ് കണ്ടെത്താനായിട്ട് അവർക്ക് സാധിച്ചില്ല. 15 ഓവർ ആകുമ്പോഴേക്കും അവർ 6 വിക്കറ്റ് നഷ്ടത്തിലേക്ക് വീഴുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ആ ഒരു സമയത്ത് ജാമി സ്മിത്തിൻ്റെയും, അതുപോലെ പുതുമുഖ താരമാണ് ജാമി സ്മിത്ത്, അദ്ദേഹത്തിൻ്റെയും അവരുടെ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടറാണ് ബ്രൈഡൻ കാസ്, അദ്ദേഹത്തിൻ്റെയും ഒരു പ്രകടനം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാനായിട്ട് രണ്ടുപേർക്കും സാധിച്ചു. അതാണ് ഒരു മെച്ചപ്പെട്ട സ്കോറിലേക്ക് അവർ ചെന്നെത്തിച്ചത് എന്നുള്ളതാണ്. 165 എന്ന് പറയുന്ന ഒരു സ്കോർ എന്ന് പറയുന്നത് നല്ലൊരു സ്കോറായിരുന്നു ഈ പിച്ചിൽ. ആ ഒരു സ്റ്റേജിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചത് ഈ 2 പേരുടെ ബാറ്റിംഗ് പ്രകടനമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. ഹാരി ബ്രൂക്ക് വീണ്ടും വരുൺ ചക്രവർത്തിയുടെ ബോളിൽ ബൗൾഡ് ആവുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ മത്സരത്തിൽ കൊൽക്കത്തയിൽ അദ്ദേഹം ഔട്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അവിടെ സ്മോക്ക്, അതായത് പുക കൂടുതലുണ്ടായിരുന്നു.
ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടായിരുന്നു. ബോൾ ശരിക്കും സൈറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വരുൺ ചക്രവർത്തിയുടെ ബോളിൽ ഔട്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഈ മത്സരത്തിലും അതേപോലെ തന്നെ ഒരു ബോളാണ് ഔട്ടായത്. അപ്പോൾ പുകയല്ല പ്രശ്നം, വരുൺ ചക്രവർത്തിയുടെ ഗൂഗിളിൽ കറക്റ്റായിട്ട് റീഡ് ചെയ്യാനായിട്ട് ഇപ്പോഴും ഹാരി ബ്രൂക്കിനും ഇംഗ്ലീഷ് താരങ്ങൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ 2 വിക്കറ്റ് നേടാനായിട്ട് വരുൺ ചക്രവർത്തിക്ക് സാധിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് കുറച്ച് റൺസ് അദ്ദേഹം വിട്ടുകൊടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. സ്പിന്നർമാരുടെ കൂട്ടത്തിലേക്ക് വരുമ്പോൾ അക്സർ പട്ടേൽ ഈ മത്സരത്തിൽ നന്നായിട്ട് ബോൾ ചെയ്തു. അദ്ദേഹവും 2 വിക്കറ്റ് നേടി. അർഷദീപ് ആദ്യം ഒരു വിക്കറ്റ് നേടിയിരുന്നു. അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രകടനം മികച്ചതായിരുന്നു. ഇന്ത്യൻ ടീമിൻ്റെയും ഇംഗ്ലണ്ട് ടീമിൻ്റെയും ഒരു കോമ്പിനേഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ 2 മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ ഇന്ന് കളിക്കാൻ ഇറങ്ങിയത്. 2 താരങ്ങൾക്ക് ഇഞ്ചുറി പറ്റിയിരിക്കുന്നു. ഒന്നെന്ന് പറയുന്നത് നിതീഷ് കുമാർ റെഡ്ഡിയാണ്. അദ്ദേഹം ഈ പരമ്പരയിൽ ഇനി ഉണ്ടാവില്ല. അദ്ദേഹം റൂൾഡ് ഔട്ട് ആയിരിക്കാൻ, ഒരു സൈഡ് സ്ട്രെയിൻ ആണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി ഈ പരമ്പരയിൽ ഭാഗമായിരിക്കില്ല എന്നുള്ളതാണ്. റിങ്കു സിംഗിന് അടുത്ത മാച്ചും കൂടി കളിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സൂര്യകുമാർ യാദവ് ആ ടോസിന്റെ സമയത്ത് പറഞ്ഞത്. ഇവർക്ക് 2 പേർക്കും പകരമായിട്ട്, റിങ്കു സിംഗിന് പകരമായിട്ട് ധ്രുവ് ജൂറലിനെയും അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരമായിട്ട് ഓഫ് സ്പിൻ ബൗളറായിട്ടുള്ള അല്ലെങ്കിൽ ഓൾറൗണ്ടർ ആയിട്ടുള്ള വാഷിംഗ്ടൺ സുന്ദറിനെയുമാണ് ഇന്ത്യ ടീമിലേക്ക് കൊണ്ടുവന്നതെന്നുള്ളതാണ്. ഇംഗ്ലണ്ട് നിരയിലും അവർ 2 മാറ്റങ്ങളുമായിട്ടാണ് ഇറങ്ങിയത്. അറ്റ്കിൻസിന് പകരമായിട്ട് ബ്രൈഡൻ ഗാസിനെ കൊണ്ടുവന്നു. നല്ലൊരു മൂവായിരുന്നു അത്. അതുപോലെ തന്നെ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ജേക്കബ് ബെദലിന് പകരമായിട്ടാണ് ജാമി സ്മിത്തിനെ കൊണ്ടുവന്നത്. അദ്ദേഹം ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ജാമി സ്മിത്ത്. ഏതായാലും നല്ല ഒരു പ്രകടനം. ഇടയിൽ വന്നിട്ട് ജാമി സ്മിത്തിൻ്റെയും ബ്രൈഡൻ ഗാസിൻ്റെയും ഒരു നല്ല ബാറ്റിംഗ് ആണ് ഞാൻ 165 റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് ഇംഗ്ലണ്ടിനെ എത്തിച്ചതെന്ന് പറഞ്ഞു. തിരിച്ച് ഇന്ത്യ ബാറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാമായിരുന്നു പവർ പ്ലേയിൽ മാക്സിമം റൺസ് അടിച്ച് കയറ്റാനായിരിക്കും ഇന്ത്യൻ ടീമും ശ്രമിക്കുക. കാരണം പവർ പ്ലേയിലെ റൺസ് എന്ന് പറയുന്നത് ഈ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ വളരെ ക്രൂഷ്യൽ ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയൊക്കെ ആദ്യ ഓവർ തൊട്ട് തന്നെ അടിച്ചു കളിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ബാറ്റ് ചെയ്യാനായിട്ട് വന്നത്. പക്ഷേ 2 പേർക്കും അധികം നേരം ബാറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. മനോഹരമായ ബോളിങ്ങിലൂടെ ഇംഗ്ലണ്ട് 2 പേരെയും ഔട്ടാക്കുന്നത് നമ്മൾ കണ്ടു. സഞ്ജു സാംസണെ ഒരു പുൾ ഷോട്ടിൽ കറക്റ്റായിട്ട് ട്രാപ്പ് ചെയ്യുന്നൊരു കാഴ്ച, അത് നല്ല ഒരു ബോളായിരുന്നു ജോഫ്ര ആർച്ചറിൻ്റേത്. കഴിഞ്ഞ മത്സരത്തിൽ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നത് പോലെയായിരുന്നു ജോഫ്ര ആർച്ചറിൻ്റെ ബോളിംഗ് പ്രകടനം എന്നുള്ളത്. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയ്ക്കും ഈ മത്സരത്തിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. തിലക് വർമ്മ ഒരു സൈഡിൽ നങ്കൂരമിട്ട് കളിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. 6 ഓവർ കഴിയുന്ന സമയത്ത് ഇന്ത്യ 59 റൺസിന് 3 വിക്കറ്റ് എന്ന് പറയുന്ന നിലയിലായിരുന്നു. ഒരു സ്റ്റേജിൽ ഇന്ത്യ 58-ന് 2 വിക്കറ്റ് ആയിരുന്നു. അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നമ്മൾ 78 റൺസിന് 5 വിക്കറ്റ് എന്ന നിലയിലേക്ക് കൂപ്പ് കുത്തുകയും ചെയ്തു. അപ്പോൾ പവർ പ്ലേയിൽ ഇംഗ്ലണ്ട് 58 റൺസിന് 2 വിക്കറ്റ് ആയിരുന്നെങ്കിൽ ഇന്ത്യ 59 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു. പവർ പ്ലേയിൽ 2 ടീമിന് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിരുന്നു. ആ ന്യൂ ബോളിൻ്റെ എഫക്റ്റ് പോകുന്നതിന് മുമ്പ് തന്നെ മാക്സിമം റൺസ് അടിച്ച് കയറ്റാനായിട്ട് സാധിച്ചിരുന്നു. പിന്നീട് അവരുടെ ബോളിംഗ് നിരയിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു ബൗളർ എന്ന് പറയുന്നത് അവരുടെ സ്പിന്നർ ആയിട്ടുള്ള ആദിൽ റഷീദാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ബോളിംഗ് പ്രകടനമായിരുന്നു. ഒട്ടും തന്നെ റൺസ് അദ്ദേഹം വിട്ടുകൊടുത്തില്ല. വിക്കറ്റുകൾ അധികമൊന്നും നേടാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ റൺസ് വിട്ടുകൊടുക്കുന്നതിലെ പിശുക്ക് നമ്മൾ അവിടെ കണ്ടു. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ ബ്രൈഡൻ ഗാസിൻ്റെ ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ബോളിംഗ് പ്രകടനം, അതാണ് ഇംഗ്ലണ്ടിനെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ളതാണ്. നല്ല ഒരു പൊസിഷനിലായിരുന്നു ഇംഗ്ലണ്ട്. 78 റൺസിന് 5 വിക്കറ്റ് പോയിട്ട് അവിടെ നിന്ന് ജയിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മല തന്നെയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്താണ് മാർക്ക് വുഡിൻ്റെ ബോളിങ്ങിൽ ഒരു ഈസി ആയിട്ടുള്ള ക്യാച്ച് ആദിൽ റഷീദ് വിട്ടുകളയുന്നത്. ആ ഒരു ക്യാച്ച് വാഷിംഗ്ടൺ സുന്ദറിൻ്റേതായിരുന്നു. അതിനുശേഷം ആ ഓവറിൽ ഒരു 6 തിലക് വർമ്മ നേടി. പിന്നെ 2 ബൗണ്ടറികൾ നേടാനായിട്ട് വാഷിംഗ്ടൺ സുന്ദറിന് സാധിക്കുകയും ചെയ്തു. അതിനുശേഷം വാഷിംഗ്ടൺ സുന്ദറും പുറത്തായി. പിന്നീട് ജോഫ്ര ആർച്ചറിന് 1 ഓവർ മാത്രമേ ബോൾ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. 16ാമത്തെ ഓവറിൽ അദ്ദേഹം ബൗൾ ചെയ്യാൻ വന്ന ഓവറിൽ 19 റൺസ് അടിച്ചതാണ് ഇന്ത്യക്ക് ക്രൂഷ്യൽ ആയത് എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഇന്ത്യയുടെ വിക്കറ്റുകൾ വാഷിംഗ്ടൺ സുന്ദറും അതുപോലെ തന്നെ അക്സർ പട്ടേലും ഔട്ടായിരുന്നു. ആ 16ാമത്തെ ഓവറിൽ ആദ്യ 2 ബോളുകൾ 6 നേടാനായിട്ട് തിലക് വർമ്മയ്ക്ക് സാധിച്ചു. അതിൻ്റെ ഇടയിൽ ബാറ്റിങ്ങിലുണ്ടായിരുന്ന അർഷദീപ് സിംഗിൻ്റെ ഒരു ഇന്നർ എഡ്ജ് ഒരു ബൗണ്ടറി പോവുകയും ചെയ്തു. അങ്ങനെ ആ ഓവറിൽ 19 റൺസ് നേടിയത് കൊണ്ടാണ് ഇന്ത്യ മത്സരത്തിലേക്ക് കുറച്ചും കൂടെ അടുത്തത് എന്നുള്ളതാണ്. 24 ബോളുകളിൽ 21 റൺസ് എന്ന നിലയിലായിരുന്നു. പക്ഷേ ആ ഓവർ 17ാമത്തെ ഓവർ ആദിൽ റഷീദ് വളരെ മനോഹരമായിട്ട് ബോൾ ചെയ്യുകയും എനിക്ക് തോന്നുന്നു 1 റണ്ണോ 2 റണ്ണോ മാത്രമാണ് അദ്ദേഹം ആ ഓവറിൽ വിട്ടുകൊടുത്തത്. അതിനിടയിൽ ലിയാം ലിവിങ്സ്റ്റന്റെ ബോൾ അർഷദീപ് സിംഗ് ഔട്ടാവുകയും ചെയ്തു. പിന്നീട് വീണ്ടും മത്സരം ടൈറ്റായി നിൽക്കുന്നൊരു സമയത്താണ് രവി ബിഷ്ണോയി വരുന്നത്. രവി ബിഷ്ണോയി അത്യാവശ്യമൊക്കെ നല്ല ബാറ്റ് ചെയ്യുന്നൊരു ബാറ്ററാണ്. കാരണം അണ്ടർ-19 ലോകകപ്പിൻ്റെ സമയത്ത് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുവിധം ആ ഒരു സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 5 ഡൗൺ 6 ഡൗൺ പൊസിഷനിലൊക്കെയാണ് അണ്ടർ-19 കാറ്റഗറിയിൽ അദ്ദേഹം ബാറ്റ് ചെയ്തിരുന്നത്. നല്ല ഒരു രീതിയിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ്. പക്ഷേ അത് ഇംഗ്ലണ്ട് പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു. നല്ല 2 ബൗണ്ടറികളാണ് രവി ബിഷ്ണോയുടെ ബാറ്റിൽ നിന്ന് പിറന്നത്. ആ 2 ബൗണ്ടറികൾ തന്നെ വളരെ ക്രൂഷ്യലായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ആ ഒരു ടൈറ്റ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് എപ്പോഴും
ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ന്യൂ ബോളിൻ്റെ ഒരു എഫക്റ്റ് പോയി കഴിഞ്ഞാൽ, അതായത് പവർ പ്ലേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു മത്സരം ഇതുപോലെ 78 റൺസിന് 5 വിക്കറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മത്സരം മാക്സിമം ഡീപ്പിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയും. എന്ന് വെച്ചാൽ ഡീപ്പിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ധോണിയൊക്കെ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണത്. അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ഇന്ന് തിലക് വർമ്മയ്ക്ക് സാധിച്ചിരുന്നു. തിലക് വർമ്മ കൃത്യമായ ഒരു പ്ലാനിങ്ങിലാണ് കളി മുന്നോട്ട് കൊണ്ടുപോയത്. അവസാന ബോളിൽ ഹർഷദീപ് സിംഗ് ലിയാം ലിവിങ്സ്റ്റന്റെ ലാസ്റ്റ് ബോളിൽ ഔട്ടായത് തന്നെ ആ ഒരു ബോൾ അടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ്. അത് അടിക്കാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തിരുന്നത്. അത് അടിക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ അത് കൊണ്ടില്ല, കണക്ട് ചെയ്തില്ല, അദ്ദേഹം ഔട്ടായിരുന്നു. പിന്നീട് രവി ബിഷ്ണോയുടെ 2 ബൗണ്ടറികളാണ് കളിയുടെ ഒരു ഭാഗധേയം നിർണ്ണയിച്ചതെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവസാന ഓവറിൽ 6 റൺസ് മാത്രമാണ് വേണ്ടിയിരുന്നത്. ആദ്യ ബോളിൽ തന്നെ നല്ലൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു തിലക് വർമ്മയുടേത്. പക്ഷെ നല്ല ഒരു ഡൈവിങ്ങിലൂടെ അത് ഫീൽഡ് ചെയ്യാനായിട്ട് ലിയാം ലിവിങ്സ്റ്റന് സാധിച്ചിരുന്നു. പക്ഷേ രണ്ടാമത്തെ ബോളിൽ വീണ്ടും കവേഴ്സിന്റെ ഇടയിലൂടെ ഒരു മനോഹരമായ ബൗണ്ടറിയിലൂടെ തിലക് വർമ്മ ഇന്ത്യ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. അവസാന ഓവർ ബോൾ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലണ്ടിന് 4 ഫീൽഡേഴ്സിനെ മാത്രമേ പുറത്ത് നിർത്താനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ ടൈം ലിമിറ്റിൽ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമുണ്ട്. ആ ടൈമിൻ്റെ ഉള്ളിൽ എറിയാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പെനാൽറ്റി ആയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അത് 2 ടീമിനും ഉണ്ട് അങ്ങനെ തന്നെ. പക്ഷേ ഇന്ത്യ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ എറിഞ്ഞത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് ആ പെനാൽറ്റി കിട്ടിയില്ല. പക്ഷേ ഇംഗ്ലണ്ടിന് ആ പെനാൽറ്റി കിട്ടിയത് കൊണ്ട് തന്നെ 4 ഫീൽഡർമാർ മാത്രമേ 38 സർക്കിളിൻ്റെ പുറത്ത് ലാസ്റ്റ് ഓവറിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ 4 പേരും ലെഗ് സൈഡിലാണ് ഉണ്ടായിരുന്നത്. അതാണ് ആദ്യ ബോളിൽ നല്ലൊരു ഫീൽഡിങ്ങിലൂടെ ലിയാം ലിവിങ്സ്റ്റൺ ഒരെണ്ണം സേവ് ചെയ്തത്. പക്ഷേ വീണ്ടും അടുത്ത ബോൾ കുറച്ച് ഓവർ പിച്ചായി പോയി ജാമി ഓവർട്ടൺ എറിഞ്ഞത്. അത് കവേഴ്സിൻ്റെയും അതുപോലെ തന്നെ മിഡ് ഓഫിൻ്റെ ഇടയിലൂടെ മനോഹരമായ ഒരു ബൗണ്ടറിയിലൂടെ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു തിലക് വർമ്മയുടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മത്സരത്തിൽ ഒരു മാൻ ഓഫ് ദ മാച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പരമ്പരയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ 2-0 ഇന്ത്യ മുന്നിലാണ്. അടുത്ത മത്സരം നടക്കാൻ പോകുന്നത് 2 ദിവസം കഴിഞ്ഞ് 28-ാം തീയതി രാജ്കോട്ടിലാണ്. രാജ്കോട്ടിലെ പിച്ച് എന്ന് പറയുന്നത് ബാറ്റിങ്ങിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ്. ഏതായാലും ആ മത്സരത്തിൽ കൂടെ ജയിക്കുകയാണെങ്കിൽ 5 മത്സരങ്ങളുടെ T20 പരമ്പരയിൽ ആദ്യ 3 മത്സരത്തിൽ തന്നെ ജയിച്ച് പരമ്പര സ്വന്തമാക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇന്ത്യയുടെ ഈ യങ് ആയിട്ടുള്ള ടീമിൻ്റെ ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ടോട്ടലായിട്ടുള്ള ഒരു പ്രകടനമാണ് ഇന്ന് നമ്മൾ കണ്ടത്. അതിൽ എടുത്തു പറയേണ്ട പ്രകടനം എന്ന് പറയുന്നത് തിലക് വർമ്മയുടേതായിരുന്നു. ഹാറ്റ്സ് ഓഫ് ടു തിലക് വർമ്മ. ഏതായാലും ഈ പ്രകടനം ആവർത്തിക്കാൻ ഇന്ത്യൻ ടീമിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.